ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വിവിധ മെഡിക്കൽ രീതികളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു, ഇത് അവയെ കൂടുതൽ താങ്ങാനാവുന്നതും കാര്യക്ഷമവും വേഗയേറിയതുമാക്കുന്നു. രോഗനിർണയം, മാനേജ്മെന്റ്, നിരീക്ഷണം, ഫലപ്രവചനം എന്നിവ മുതൽ വ്യക്തിഗത പരിചരണം വരെ ഇതിന്റെ ഉപയോഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഡിമെൻഷ്യ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സ്കീസോഫ്രീനിയ തുടങ്ങിയ അവസ്ഥകളെ സൈക്കോതെറാപ്പിയിലെ AI സാങ്കേതികവിദ്യയ്ക്ക് സഹായിക്കാനാകും, കൂടാതെ അതിന്റെ ഇമേജ് പ്രോസസ്സിംഗ്, സെഗ്മെന്റേഷൻ, പുനർനിർമ്മാണ കഴിവുകൾ എന്നിവ കാരണം കാൻസർ രോഗനിർണയം, ചർമ്മ നികേത ചികിത്സ, മാരകമായ മുഴകളുടെ മെറ്റാസ്റ്റാസിസിന്റെ പ്രവചനം, ശ്വാസകോശ നോഡ്യൂളുകളുടെ ഘട്ടം, COVID-19 തിരിച്ചറിയൽ, തൈറോയിഡ് ടിഷ്യുവിന്റെ വർഗീകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ AI പ്രയോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹിസ്റ്റോപാത്തോളജി ഇമേജുകൾക്ക് പുറമെ CT, MRI, മാമോഗ്രാഫി, ഫണ്ടസ് ഇമേജിംഗ് പോലുള്ള ഇമേജിംഗ് ടെക്നിക്കുകളും ഫോട്ടോഗ്രാഫുകളും പോലും രോഗികളെ നിർണ്ണയിക്കാൻ ഉപയോഗിക്കാം. ഈ പഠനത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഗണ്യമായ പുരോഗതി കൈവരിക്കുന്നതിനായി AIയുടെ നിലവിലെ അവസ്ഥയും ഭാവി വ്യാപ്തിയും അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ഭാവിയിൽ വൈദ്യശാസ്ത്ര മേഖലയിൽ മനുഷ്യബുദ്ധിയും AIയും ഒരുമിച്ച് നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രോഗപ്രതിരോധം, ആരോഗ്യ പ്രോത്സാഹനം, നിരീക്ഷണം, വൈദ്യശാസ്ത്രത്തിലെ രോഗനിർണയം എന്നിവയ്ക്കായി ഉപയോഗിക്കാവുന്ന വലിയ അളവിലുള്ള ഡാറ്റ ആധുനിക സ്മാർട്ട് ഉപകരണങ്ങൾ ശേഖരിക്കുന്നു. നമ്മൾ അവരെ പരിശീലിപ്പിക്കുന്നിടത്തോളം കാലം AI മെച്ചപ്പെടും. സങ്കീർണമായ യന്ത്രങ്ങൾ, റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി എന്നിവയുടെ വികസനത്തോടെ ആരോഗ്യ സംരക്ഷണ വ്യവസായം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. സ്കേലബിലിറ്റിയുടെയും ഓട്ടോമേഷന്റെയും അധിക നേട്ടങ്ങൾക്കൊപ്പം മനുഷ്യവിദഗ്ധരുടേതിന് തുല്യമായ പ്രകടനമാണ് AIക്കുള്ളത്. പ്രകൃതിയിൽ പൂർണ്ണമായും സ്വയംഭരണാധികാരം നേടുന്നതിനു മുമ്പ് പരിശീലനത്തിന്റെ അഭാവം, പരിമിതമായ അറിവ്, ക്ലിനിക്കൽ ക്രമീകരണങ്ങളിലെ പരിമിതമായ വഴക്കം എന്നിവ കാരണം AI സിസ്റ്റങ്ങൾക്ക് കർശനമായ മേൽനോട്ടം ആവശ്യമായി വന്നേക്കാം.